മലപ്പുറം തവനൂരിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ സൗജന്യ വിദേശ യാത്ര എന്ന ഓഫറുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് വന്നു. UDF സ്ഥാനാർത്ഥി VS ജോയിക്ക് കൂടുതൽ ലീഡ് നൽകുന്ന മണ്ഡലം ബൂത്ത് കമ്മിറ്റികൾക്കാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിയുടേതാണ് ഈ പ്രഖ്യാപനം. എനിക്ക് തോന്നുന്നു മംഗലത്ത് തന്നെയാണ് അതിന് അവകാശികളുള്ളത്. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ, അത് മംഗലം തന്നെ അടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അടിക്കുകയാണെങ്കിൽ മംഗലത്തിന് അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ ബൂത്തിലാണ് നിങ്ങളുടെ പണി. ബൂത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ബൂത്ത് ആരാണ് ലീഡ് ചെയ്യണം നോക്കണം. ഏത് ബൂത്താണ് ലീഡ് ചെയ്യുന്നത്? ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം കേട്ടാ. ഇനി തമാശയും കളിയൊന്നുമില്ല. നമുക്ക് വോട്ട് ചെയ്യലും വോട്ട് ചെയ്യലാണ്. ഇനി ചേർക്കാനും ഇപ്പൊ സമയമില്ല. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രവേശ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഇങ്ങനെ കുറെ ഓഫറുകൾ മിക്കവാറും തെരഞ്ഞെടുപ്പ് കാലത്ത് വരും. സൂക്ഷിച്ചു നിൽക്കണം നിഖിൽ പ്രവേശ്. നേരെ അങ്ങോട്ടും വരും ഓഫറുകൾ. ഗുഡ് മോർണിംഗ്. വലിയ ആവേശം നൽകുന്നതാണ് തവനൂരിലെ UDF പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്നതാണ് ഈ CP ബാവ ഹാജി എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഓഫർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തവനൂരിൽ ഇക്കുറി അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. KT ജലീൽ എന്ന 3 തവണ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മുൻ മന്ത്രിയായിരുന്ന മലപ്പുറത്തെ ഇടതുപക്ഷ പ്രവർത്തകർ മലപ്പുറം സുൽത്താൻ എന്നൊക്കെ വളരെ ആലങ്കാരികമായി വിളിക്കുന്ന KT ജലീലിനോട് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കും. നമുക്കറിയാം, നേരത്തെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു നൽകിയ VS ജോയോട് സമീപകാലത്ത് നിരവധി പ്രവർത്തകരെ മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി പ്രവർത്തകരെ മറ്റു പാർട്ടികളിൽ നിന്ന് UDFിലേക്ക് എത്തിച്ച VS ജോയോട് UDF പ്രവർത്തകർക്ക് ഒരു പ്രത്യേക അടുപ്പമുണ്ട്, വൈകാരികമായിട്ടുള്ള സ്നേഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം ഇത്തവണ മലപ്പുറത്ത് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫർ കൂടി ഈ CP ബാവ ഹാജി മുന്നോട്ട് വെക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന മണ്ഡലം ബൂത്ത് കമ്മിറ്റികൾക്ക് 15 ദിവസത്തെ വിദേശയാത്രയാണ്, അതായത് റിട്ടേൺ ടിക്കറ്റ് അടക്കമുള്ള 15 ദിവസത്തെ വിദേശയാത്രയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതാ വിവിധ പഞ്ചായത്തുകളോടും ഒരു ഓഫർ വെക്കുന്നുണ്ട്. ബൂത്ത് കമ്മിറ്റികൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കപ്പെടുന്ന ബൂത്തുകൾക്ക് കൂടി ഒരു ടിക്കറ്റ് എടുത്ത് നൽകണമെന്ന് പഞ്ചായത്തുകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് എങ്ങനെ അവിടുത്തെ പ്രവർത്തകർ എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇതിന്റെ മറ്റൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് സ്കേൻ, ഈ മണ്ഡലത്തിലേക്ക് തവനൂർ മണ്ഡലത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ഈ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ പരിഗണിക്കപ്പെട്ടിരുന്ന ആൾ കൂടിയാണ് CP ബാവ ഹാജി. അപ്പൊ അദ്ദേഹമാണ് യാതൊരു തരത്തിലുള്ള അതൃപ്തിയും ഇല്ലാതെ ഈ അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VS ജോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓഫർ ആളുകൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.